രാവിലത്തെ കാപ്പിയുടെയും കാര്യങ്ങളും ഒക്കെ കഴിഞ്ഞിട്ടോ. അത് കഴിഞ്ഞ് ഉച്ചയ്ക്കുള്ള ഒരുക്കങ്ങളൊക്കെ ആയപ്പോഴാണ് ഞാൻ വീഡിയോസ് എടുക്കാൻ തുടങ്ങിയത്. ഇന്ന് കുഞ്ഞിന് പോകണ്ട കേട്ടോ, അതുകൊണ്ടാണ് പതുക്കെ ചെയ്യാമെന്ന് വിചാരിച്ചത്. പോകണ്ട എന്നുള്ള രീതിയിലല്ല, പോയില്ല എന്ന് വേണമെങ്കിൽ പറയാം. ആൾക്കിന്ന് തീരെ വയ്യായിരുന്നു കേട്ടോ, അതുകൊണ്ട് ഇന്ന് പോയില്ല, ലീവ് എടുത്തു. ബാക്ക് പെയിനും കാലുവേദനയൊക്കെ ആയിട്ട്. അതുകൊണ്ട് പിന്നെ പതുക്കെ എന്തെങ്കിലുമൊക്കെ ഉണ്ടാക്കാം, എന്തെങ്കിലും സ്പെഷ്യൽ ഉണ്ടാക്കാമെന്ന് വിചാരിച്ചു. കുറേ ദിവസമായി സ്പെഷ്യൽ എന്തെങ്കിലും ഉണ്ടാക്കിയിട്ട്. അപ്പോൾ നമുക്കിന്ന് ബിരിയാണി ഉണ്ടാക്കാമെന്ന് വെച്ചു, ചിക്കൻ ബിരിയാണി കേട്ടോ. അപ്പോൾ നമ്മുടെ സ്ഥിരം കുക്കർ ബിരിയാണി തന്നെയാണ്. എനിക്ക് എളുപ്പപ്പണി എന്തോ അതേ ഞാൻ ചെയ്യാറുള്ളൂ കേട്ടോ. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാൻ ഇത്രയും സാധനങ്ങളാണ്: പുതിനയില, മല്ലിയില, ഇഞ്ചി, വെളുത്തുള്ളി, പച്ചമുളക് എരിവിന് ആവശ്യത്തിനുള്ള തക്കാളി, സവോള 2 മീഡിയം സൈസ് ആട്ടോ, പിന്നെ ഇതാ കുറച്ച് പെരിഞ്ചീരകം, പിന്നെ സ്പൈസസ് എല്ലാം കൂടെ എടുത്ത് വെച്ചിട്ടുണ്ട്, പിന്നെ ഇതാ കഴുകി വൃത്തിയാക്കി വെച്ച ചിക്കൻ. ഇത്രയും കൂടെ സാധനങ്ങൾ മതി കേട്ടോ. അപ്പോൾ ഇതെല്ലാം കൂടെ ഞാൻ എല്ലാം റെഡിയാക്കി വെച്ചതിന് ശേഷമാണ് വീഡിയോസ് എടുക്കാൻ തുടങ്ങിയത്. ഇനി നമുക്ക് നമ്മുടെ പഴയതുപോലെ തന്നെ ബിരിയാണി മസാല ഉണ്ടാക്കാം. അതിനുവേണ്ടി ഇഞ്ചി, വെളുത്തുള്ളി, പച്ചമുളക്, പുതിനയില, മല്ലിയില ഇതെല്ലാം കൂടെ ചേർത്തതിന് ശേഷം ലാസ്റ്റ് കുറച്ച് കട്ട തൈര്, ഇത് കട്ട ഇച്ചിരി മാറിയിട്ട് ഇച്ചിരി ലൂസായി കേട്ടോ. അപ്പോൾ തൈരും കൂടെ ചേർത്തതിന് ശേഷം നല്ല രീതിയിൽ മിക്സിയുടെ ജാറിനകത്ത് നമുക്കൊരു പേസ്റ്റ് രൂപത്തിൽ അരച്ചെടുക്കാം. ഇതാണ് നമ്മുടെ സ്പെഷ്യൽ മസാല. ഈ മസാലയാണ് നമ്മൾ കണവ ബിരിയാണി ഉണ്ടാക്കാനും പിന്നെന്താ നമ്മൾ എഗ് ബിരിയാണി ഉണ്ടാക്കാനൊക്കെ എടുത്തത്. അടിപൊളി മണമാണ് കേട്ടോ ഈ ഒരു മസാല ചേർക്കുമ്പം തന്നെ. അപ്പോൾ എന്താ നമുക്ക് മസാലയൊക്കെ ഒന്ന് റെഡിയാക്കി എടുത്തിട്ടുണ്ട്. ഇനി ഞാൻ തക്കാളിയും കൂടെ ഒന്ന് അരച്ചെടുക്കുന്നുണ്ട്, പെട്ടെന്നാകാൻ വേണ്ടിയിട്ടോ. അല്ലെങ്കിൽ വഴണ്ട് വരാൻ കുറച്ച് സമയം എടുക്കുമല്ലോ. നമ്മളിത് അരിഞ്ഞിട്ടിട്ട് വഴറ്റിയെടുത്താലും മതി കേട്ടോ. ഇതിന് മുന്നേയൊക്കെ ഞാൻ അങ്ങനെയാണ് ചെയ്തത്, പക്ഷേ ഇന്ന് ഞാനിങ്ങനെ അരച്ച് പേസ്റ്റ് ആക്കിയിട്ട് ചേർക്കാമെന്ന് വിചാരിച്ചു. അപ്പോൾ അതും കൂടെ ആക്കി വെച്ചതിന് ശേഷം ഇനി നമുക്ക് പരിപാടി തുടങ്ങാം. കുക്കർ വെച്ച് കൊടുക്കുന്നുണ്ട്, നെയ്യ് കുറച്ച് ഒഴിച്ചു കൊടുക്കുന്നുണ്ട്, പിന്നെ വെളിച്ചെണ്ണയാട്ടോ ഒഴിച്ചു കൊടുക്കുന്നത്. അപ്പോൾ വെളിച്ചെണ്ണ ഒരുപാട് അങ്ങ് ചേർത്ത് കൊടുക്കുന്നില്ല, കുറച്ച് മാത്രമേ ചേർക്കുന്നുള്ളൂ. ബിരിയാണിക്കല്ലെങ്കിൽ നല്ല ഒരുപാട് എണ്ണയൊക്കെ ചേർക്കും, പക്ഷെ ഞാൻ അധികം എണ്ണ അങ്ങനെ ചേർക്കുന്നില്ല. പിന്നെ ഇതാ എണ്ണ ചൂടാകുമ്പോൾ സ്പൈസസൊക്കെ എല്ലാം കൂടി ഇട്ട് കൊടുത്തതിന് ശേഷം അതൊന്ന് ചൂടായി വരുമ്പോഴത്തേക്ക് നമുക്കതിനകത്തോട്ട് സവോള ചേർത്ത് കൊടുക്കാം. ഈ ഒരു സമയത്ത് വേണമെങ്കിൽ നമുക്ക് പെരിഞ്ചീരകം ചേർത്ത് കൊടുക്കാം കേട്ടോ. ഇത് ഞാൻ സവോളയൊക്കെ ചേർത്ത് കൊടുത്തതിന് ശേഷം മാത്രമേ ഞാൻ പെരിഞ്ചീരകം ചേർക്കുന്നുള്ളൂ. എന്തെന്ന് വെച്ചാൽ പെട്ടെന്ന് പെരിഞ്ചീരകം കരിഞ്ഞു പോകും നമുക്ക് എണ്ണ ചൂടായിരിക്കുകയാണെങ്കിൽ. അതുകൊണ്ട് പിന്നീട് ചേർത്ത് കൊടുത്താലും മതി കേട്ടോ. അപ്പോൾ എന്താ സവോള ചേർത്തിട്ട് ആവശ്യത്തിന് ഉപ്പും കൂടെ ചേർത്ത് ഒന്ന് വഴറ്റിയെടുക്കുക. ഒന്ന് നല്ല ബ്രൗണിഷ് കളർ ആവണമെന്നില്ല, ഒന്ന് വെന്ത് കിട്ടിയാലും മതി കേട്ടോ. പക്ഷെ ഞാൻ ഇച്ചിരി ഒന്ന് മുരിച്ചൊക്കെ എടുക്കുന്നുണ്ട്, നല്ല ടേസ്റ്റാണ് കേട്ടോ. അപ്പോൾ ഇതാ നമ്മുടെ പെരിഞ്ചീരകം കൂടെ ചേർത്ത് കൊടുത്തിട്ട് നല്ല രീതിയിൽ ഇളക്കി ഒന്ന് വരണ്ട് വരട്ടെ. ഇതിനു മുന്നേ നമ്മൾ കണവ ബിരിയാണിയും എഗ് ബിരിയാണിയൊക്കെ ഒരുപാട് പേര് ഉണ്ടാക്കി നോക്കിയിട്ട് അതിൻ്റെ അഭിപ്രായം പറഞ്ഞു കൊള്ളാമെന്നൊക്കെ. ഒരുപാട് സന്തോഷമുണ്ട്. നമ്മുടെ റെസിപ്പീസൊക്കെ നിങ്ങൾ ഉണ്ടാക്കി നോക്കുന്നുണ്ടല്ലോ, അതൊക്കെ തന്നെ ഭയങ്കര സന്തോഷമാണ് കേട്ടോ. അങ്ങനെ ഇതാ നമ്മുടെ ഉള്ളിയൊക്കെ വഴണ്ട് വന്നു. ഇനി പൊടികളായ മഞ്ഞൾപ്പൊടി, പിന്നെ ഗരം മസാല, പിന്നെ കുറച്ച് ഞാൻ ബിരിയാണി മസാല ആട്ടോ ചേർക്കുന്നത്. ബിരിയാണി മസാല ചേർത്തില്ലെങ്കിലും നിങ്ങൾ ഗരം മസാല കൂടുതലായിട്ട് ചേർത്താലും മതി. എൻ്റെ ഉള്ളതുകൊണ്ട് ഞാനത് ചേർത്ത് കൊടുക്കുന്നു എന്ന് മാത്രം. അപ്പോൾ ബിരിയാണി മസാലയും കൂടെ ചേർത്ത് നല്ല രീതിയിൽ അതിൻ്റെ പച്ചമണം മാറുന്ന രീതിയിൽ ഇളക്കി കൊടുക്കുക. ഈ ഒരു സമയത്ത് മുളക് പൊടി നിങ്ങൾക്ക് ചേർത്ത് കൊടുക്കുക എരിവിന് ആവശ്യത്തിന്. ഞാൻ പക്ഷേ ഇന്ന് മുളക് പൊടി ചേർക്കുന്നില്ല. അപ്പോൾ ഇതിനകത്ത് ഞാൻ പച്ചമുളക് കൂടുതലായിട്ട് എടുത്തിട്ടുണ്ട് കേട്ടോ, അതുകൊണ്ട് ഞാൻ മുളക് പൊടി സ്കിപ്പ് ചെയ്യാമെന്ന് വിചാരിച്ചു. അപ്പം പൊടികളുടെ പച്ചമണം മാറിയതിന് ശേഷം തക്കാളി ചേർത്ത് കൊടുക്കുക. തക്കാളി നല്ല രീതിയിലൊന്ന് വഴണ്ട് അതിനൊരു എണ്ണയൊക്കെ തെളിഞ്ഞ് വരുന്ന രീതിയിൽ നമ്മളൊന്ന് ഇളക്കി കൊടുക്കണം കേട്ടോ അതുവരെ. അപ്പോൾ അതൊക്കെ ഒന്ന് നല്ല രീതിയിൽ വഴണ്ട് ഒന്ന് എണ്ണയൊക്കെ തെളിഞ്ഞ് വന്നിട്ടുണ്ട്. ഇനി നമുക്ക് അരച്ച് വെച്ച് നമ്മുടെ മസാല ചേർത്ത് കൊടുക്കാം. ഈ മസാല ചേർക്കുന്ന സമയത്ത് നല്ല മണമാണ് കേട്ടോ ഇതിനകത്ത്. അപ്പോൾ നമുക്കത് ചേർക്കുന്ന സമയത്ത് തന്നെ ആ ഒരു മണം ഇങ്ങനെ വന്നുകൊണ്ടേയിരിക്കും. നല്ലൊരു മസാലയാണ് കേട്ടോ. ഞാൻ എൻ്റെ ഇടയ്ക്ക് വെച്ചിട്ട് മാഗി ക്യൂബ്സ് ചേർത്ത് കൊടുക്കാൻ വിട്ടുപോയി. നിങ്ങളുടെ കയ്യിലുണ്ടെങ്കിൽ ചേർത്ത് കൊടുത്താൽ മതി. എൻ്റെ കയ്യിൽ ഉള്ളതുകൊണ്ട് ഞാൻ ചേർത്ത് കൊടുക്കുകയാണ് കേട്ടോ. ചേർക്കുമ്പോൾ ഒരു പ്രത്യേക ടേസ്റ്റും ഒരു ഫ്ലേവറൊക്കെ കിട്ടും. അപ്പോൾ ചിക്കൻ്റെ മാഗി ക്യൂബ്സ് ആണ് കേട്ടോ ഞാൻ ചേർത്തേക്കുന്നത്. അപ്പോൾ അതും കൂടെ ചേർത്ത് നല്ല രീതിയിൽ മിക്സ് ചെയ്ത് അതിലൊരു പച്ചമണം മാറുന്ന രീതിയിൽ ഇളക്കി ആ ഒരു മസാലയൊക്കെ നല്ല രീതിയിൽ പിടിക്കുന്ന രീതിയിൽ ആക്കി കൊടുക്കുക. ഇനി നമുക്കിതിനകത്തോട്ട് ചിക്കൻ ചേർത്ത് കൊടുക്കാം. അപ്പോൾ ചിക്കൻ ഞാനൊന്ന് വരഞ്ഞിട്ടുണ്ട് കേട്ടോ. ചിക്കൻ്റെ കാലൊക്കെ ഒന്ന് ലെഗ് പീസൊക്കെ ഒന്ന് വരഞ്ഞെടുത്തിട്ടുണ്ട് മസാലയൊക്കെ നല്ല രീതിയിൽ പിടിക്കാൻ വേണ്ടിയിട്ട്. എന്നിട്ട് ചിക്കൻ ഇതിനകത്ത് ചേർത്ത് കൊടുത്ത് നല്ല രീതിയിൽ ആ മസാലയൊക്കെ പിടിക്കുന്ന രീതിയിലൊന്ന് പതുക്കെ ഒന്ന് ഇളക്കി കൊടുക്കുക കേട്ടോ. അപ്പോൾ ആ മസാലയൊക്കെ നല്ല രീതിയിൽ അതിനകത്ത് പിടിക്കും. അപ്പോൾ ഇത് ഇളക്കിയതിന് ശേഷം ഞാനിതൊരു 10
മിനിറ്റോളം ജസ്റ്റ് ഒന്ന് അടച്ച് വെച്ച് ഒന്ന് കുക്ക് ചെയ്യുന്നുണ്ട്. അപ്പോൾ അതിനകത്ത് മസാലയൊക്കെ ഒന്ന് പിടിക്കാൻ വേണ്ടിയിട്ടാണ് കേട്ടോ ചിക്കനകത്ത്. അപ്പോൾ അത് കഴിഞ്ഞ ശേഷം അരി ചേർത്ത് കൊടുക്കാമെന്ന് വിചാരിച്ചു. അപ്പോൾ ഇതിന് ഒന്ന് മസാലയൊക്കെ ഇനി ഒന്ന് ഇളക്കി എല്ലാം റെഡിയാക്കി വെച്ചെങ്കിലും ഇനി ഒന്ന് 10 മിനിറ്റ് എന്തായാലും ഇതിവിടെ ഇരിക്കട്ടെ. ആ ഒരു സമയത്ത് നമ്മൾ അരിയൊക്കെ കഴുകി വൃത്തിയാക്കി തോരാൻ വേണ്ടി വെച്ചിട്ടുണ്ട്. ഞാനങ്ങനെ സ്പെഷ്യൽ അരിയൊന്നും എടുത്തിട്ടില്ല കേട്ടോ. അതായത് നമ്മൾ പൊന്നി അരി തന്നെയാണ് എടുത്തേക്കുന്നത്. നമ്മളിവിടെ ചോറ് വെക്കുന്നത് അത് തന്നെയാണ്. അതുകൊണ്ട് അത് തന്നെയാണ് കേട്ടോ എടുത്തേക്കുന്നത്. അല്ലാതെ അതിന് വേണ്ടിയിട്ട് ഞാൻ സെപ്പറേറ്റ് അരിയൊന്നും വാങ്ങിച്ചില്ല. നമ്മൾ പെട്ടെന്ന് ആയിരിക്കുമല്ലോ ഇങ്ങനെയുള്ള ആഗ്രഹങ്ങളൊക്കെ വരുന്നത്. അപ്പം വീട്ടിലുള്ളത് വെച്ചിട്ട് തന്നെ നമുക്ക് അഡ്ജസ്റ്റ് ചെയ്തെടുക്കാൻ പറ്റും കേട്ടോ. അപ്പോൾ അരിയും കൂടെ ചേർത്ത് കൊടുത്തതിന് ശേഷം അതും കൂടെ ഒന്ന് ഇളക്കി ഒന്ന് മിക്സ് ചെയ്യുന്നുണ്ട്. പതുക്കെ ഇളക്കുക, നമ്മുടെ ചിക്കനൊക്കെ പൊടിഞ്ഞു പോകാതിരിക്കുന്ന രീതിയിൽ കേട്ടോ. അപ്പോൾ അതും കൂടെ ഇളക്കി ഒന്ന് റെഡിയാക്കി വെച്ചതിന് ശേഷം ഇതിൽ വെള്ളം ചേർത്ത് കൊടുക്കുന്നതെന്ന് വെച്ചാൽ ഞാൻ 1 ഗ്ലാസ് അരിക്ക് 1.5 ഗ്ലാസ് വെള്ളമാണ് ചേർക്കുന്നത്. ഇതിൻ്റെ ഇടയ്ക്ക് എനിക്ക് എവിടെയോ ഒരു പാളിച്ച പറ്റിയിട്ടുണ്ടായിരുന്നു കേട്ടോ. അത് എവിടെയെന്ന് വെച്ചാൽ വെള്ളത്തിൻ്റെ കാര്യത്തിലായിരുന്നു എന്ന് തന്നെയാണ് എനിക്ക് തോന്നുന്നത്. അതോ ഈ കുക്കറിൻ്റെ കാര്യത്തിലാണോ എന്ന് അറിയത്തില്ല. അപ്പോൾ ഞാൻ ചേർത്ത വെള്ളം ഇത്തിരിയും കൂടെ കൂടുതലായി പോയോ എനിക്കറിയില്ല. ഞാൻ ഒഴിച്ചൊരു പാത്രത്തിൽ അളന്ന് വെച്ചിരുന്നതായിരുന്നു. പക്ഷേ ലാസ്റ്റ് ചേർത്തപ്പോൾ ഇച്ചിരി കൂടുതലായി പോയെന്ന് തോന്നുന്നു. കാരണം ഇച്ചിരി ഒന്ന് വെന്ത് പോയിട്ടുണ്ടായിരുന്നു. ഒരുപാടൊന്നും ഇല്ല കേട്ടോ, ഒത്തിരി ഒന്ന് വെന്തേ ഉള്ളൂ. ചില സമയത്ത് ഈ കുക്കറിനകത്തും ചെറിയൊരു പ്രശ്നമുണ്ട്. നമ്മൾ ഇങ്ങനെ വെക്കുമ്പോൾ ഒന്നി ഇത് നല്ല രീതിയിൽ വെന്ത് കിട്ടും, ഇല്ലെങ്കിൽ ഇതൊന്ന് വേവാതെ പോവും. ആ രീതിയിലേക്ക് എനിക്ക് ഇടയ്ക്ക് ഈ ഒരു കുക്കറിനകത്ത് മാത്രമേ ഉള്ളൂ കേട്ടോ. വെക്കുന്ന സമയത്ത് എനിക്കിങ്ങനെ പറ്റാറുണ്ട്. അപ്പോൾ അതാ നമ്മൾ വെള്ളമൊക്കെ ചേർത്ത് കൊടുത്തതിന് ശേഷം പിന്നെ നമ്മൾ അതിന് ആവശ്യത്തിനുള്ള ഉപ്പ് ചേർത്ത് കൊടുക്കുക. ഇച്ചിരി കൂടുതലായിട്ട് നിൽക്കുന്ന രീതിയിൽ ചേർത്ത് കൊടുക്കണം കേട്ടോ, എന്നാലേ നമുക്ക് ആ ചോറിന് ഉപ്പ് കാണത്തുള്ളൂ. പിന്നെ ലാസ്റ്റ് കുറച്ച് നെയ്യും കൂടെ ചേർത്ത് കൊടുത്തതിന് ശേഷം അടച്ച് വെച്ചിട്ട് ലോ ഫ്ലെയിമിൽ ഒരു വിസിലടിച്ചെടുത്താൽ മാത്രം മതി കേട്ടോ. ചിക്കനും റൈസും ഒക്കെ ഒരേപോലെ വെന്ത് കിട്ടും. അങ്ങനെ അത് വെച്ചതിന് ശേഷം ഞാൻ പിന്നീട് ബാക്കിയുള്ള ജോലികളൊക്കെ ഒതുക്കാമെന്ന് വിചാരിച്ചു. അപ്പം പാത്രങ്ങളൊക്കെ കഴുകാനുള്ളത് അന്നേരം തന്നെ ഞാൻ കഴുകി ഇങ്ങനെ കുറേയൊക്കെ ആയിട്ട് എടുക്കുന്നതൊക്കെ അന്നേരം കഴുകുന്നുണ്ടായിരുന്നു. പിന്നെ തുണികൾ വിരിച്ചിടാൻ വേണ്ടിയിട്ട് രാത്രിയിൽ കഴുകിയിട്ടായിരുന്നു. കുഞ്ഞിനെ എനിക്ക് എടുത്തു തരാമെന്ന് പറഞ്ഞിട്ട് എടുത്തു തന്നില്ലായിരുന്നു. പിന്നീട് എടുത്തു തന്ന് അങ്ങനെ പിന്നെ വെളിയിൽ കൊണ്ടുവന്നിട്ട് നല്ല വെയിലുണ്ട് കേട്ടോ. ആകെ ഒരു ക്ഷീണമായിപ്പോയി വെളിയിൽ ആ ഒരു തുണി കൊണ്ട് വിരിച്ചിട്ട് വന്നപ്പോഴത്തേക്ക്. പിന്നെ ഇച്ചിരി വെള്ളം കുടിച്ചപ്പോഴാണ് സമാധാനമായത്. നമ്മുടെ കുക്കറൊക്കെ വിസിലടിച്ച് ഞാൻ അങ്ങനെ സ്റ്റൗ ഓഫ് ചെയ്തൊക്കെ വെച്ചേക്കാണ്. ഇനി എൻ്റെ എയർ പോയതിന് ശേഷം നമുക്ക് തുറന്ന് നോക്കാം എന്ത് പരുവായെന്ന് അറിയാൻ വേണ്ടിയിട്ട് കേട്ടോ. അപ്പോൾ നമുക്ക് അതിന് മുന്നേ സാലഡ് ഉണ്ടാക്കാം. ഞാൻ കുക്കുംബർ ഒരെണ്ണം കിടപ്പുണ്ടായിരുന്നു. അപ്പോൾ അതും കട്ട് ചെയ്തിട്ട് പിന്നെ നമ്മൾ സവോളയും പിന്നെ തൈരും ഉപ്പും കൂടെ ചേർത്തിട്ട് സാലഡ് ഉണ്ടാക്കിയിട്ടുണ്ട്. നല്ല ടേസ്റ്റാണ് കേട്ടോ. അപ്പോൾ നല്ല തണുവായിരിക്കും നമ്മുടെ വയറിനൊക്കെ കേട്ടോ. അങ്ങനെ നമ്മുടെ കുക്കർ ബിരിയാണി റെഡി ആയിട്ടുണ്ട്. തുറന്ന് നോക്കിയപ്പോൾ ശരിക്കും പറഞ്ഞാൽ അയ്യോ എന്ത് പറ്റിയെന്ന് തോന്നി കേട്ടോ. കാരണം ഇത്തിരി ഒന്ന് വെന്ത് പോയിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഞാൻ പറഞ്ഞില്ല, എനിക്ക് എവിടെയോ ഒരു മിസ്റ്റേക്ക് പറ്റിയിട്ടുണ്ടായിരുന്നു. പക്ഷേ ഇത് കാണാൻ ലുക്കില്ലെന്ന് മാത്രമേ ഉള്ളൂ. ഭയങ്കര ടേസ്റ്റിയാണ് കേട്ടോ. അടിപൊളി ടേസ്റ്റ് എന്ന് പറഞ്ഞാൽ അടിപൊളി ടേസ്റ്റാണ്. അപ്പോൾ നമുക്കിത് ചൂടോടെ കഴിക്കുമ്പോൾ ഇച്ചിരിയും കൂടെ എന്താ പറയുക, നമുക്ക് വെന്തിരിക്കുന്ന പോലെ ഫീൽ ചെയ്യും. നമുക്ക് അത് തണുത്ത് കഴിയുമ്പോൾ നല്ല രീതിയിൽ കട്ടിയാവും കേട്ടോ. അപ്പോൾ ആദ്യത്തെ നമുക്ക് ആ ചൂട് ഒന്ന് മാറുന്ന വരെയുള്ള ബുദ്ധിമുട്ടേ ഉള്ളൂ കേട്ടോ. പക്ഷെ സംഭവം അടിപൊളിയായിരുന്നു. ചിക്കൻ ബിരിയാണി സൂപ്പറായത് കേട്ടോ. ഞങ്ങൾ രാവിലത്തേക്കല്ല ഉച്ചക്കലത്തേക്കും വൈകിട്ടത്തേക്കും കൂടെയാണ് വെച്ചത്. എന്തെന്ന് വെച്ചാൽ അതാകുമ്പോൾ ഒറ്റ ട്രിപ്പിന് കാര്യം കഴിയുമല്ലോ എന്ന് വിചാരിച്ചിട്ട്. പക്ഷേ ഞങ്ങൾ കുറേ ദിവസമായി കേട്ടോ ബിരിയാണി കഴിച്ചിട്ട്. ഇപ്പോൾ എനിക്ക് തോന്നുന്നു കുറേ നമ്മൾ ആ ഡയറ്റൊക്കെ തുടങ്ങിയില്ലേ, ആ സമയത്തായിരുന്നു ബിരിയാണി കഴിച്ചത്. അതിന് മുന്നായിട്ട് ഇപ്പം കുറേ നാളിന് ശേഷമാണ് ബിരിയാണി കഴിച്ച. സംഭവം കിടു ടേസ്റ്റ് ആയിരുന്നു കേട്ടോ. അപ്പോൾ നിങ്ങൾ ഈ വെള്ളത്തിൻ്റെയും കാര്യങ്ങളൊക്കെ നോക്കിയതിന് ശേഷം നിങ്ങൾ എന്താണെന്ന് വെച്ചാൽ ചെയ്താൽ മതി. ബാക്കി അതിൻ്റെ ആ റെസിപ്പീസൊക്കെ സൂപ്പറാണ് കേട്ടോ. ആ ഒരു മസാലയും കാര്യങ്ങളൊക്കെ ട്രൈ ചെയ്ത് നോക്കിയിട്ട് നിങ്ങൾ എന്തായാലും അഭിപ്രായം പറയണം കേട്ടോ. അങ്ങനെ ഞങ്ങൾ വൈകുന്നേരം ആയപ്പോഴത്തേക്ക് കാറ് കഴുകാനുള്ള ഒരുക്കാണ്. തിന്നേൻ്റെ ക്ഷീണം നമുക്കുണ്ടല്ലോ, അതുകൊണ്ട് തിന്നു കഴിഞ്ഞിട്ട് ഞങ്ങൾ പോയി കിടക്കുമായിരുന്നു കേട്ടോ. ഭയങ്കര ക്ഷീണമായിപ്പോയി, നല്ല രീതിയിൽ വയറ് നിറഞ്ഞു പോയി. ഹെവി ഫുഡായിരുന്നു ഇന്ന് കേട്ടോ. ബിരിയാണി ആയതുകൊണ്ട് നല്ല രീതിയിൽ മുട്ട കഴിച്ചു. അങ്ങനെ പിന്നെ ഞങ്ങൾ രണ്ടും കൂടെ കാറൊക്കെ കഴുകി. ഞാൻ പിന്നെ കാറിനകത്ത് പേരൊക്കെ എഴുതി കളിക്കായിരുന്നു. പണ്ട് ഈ കാറൊക്കെ വെളിയിലൊക്കെ കൊണ്ടുവന്ന് ഇങ്ങനെ ഓരോരുത്തരത്ത് ഇട്ടേക്കുന്ന കാണുമ്പോൾ നമ്മൾ ആ നിറയെ പൊടി കയറി കിടക്കുമല്ലോ. അപ്പോൾ പൊടിയുടെ മേളിൽ കൂടെ ഇങ്ങനെ പേരെഴുതി കളിക്കും. ആരെങ്കിലും കളിച്ചിട്ടുണ്ടോ? ഞാൻ അങ്ങനെ ചെയ്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ആ ഒരു ഓർമ്മയ്ക്ക് ഞാനിങ്ങനെ പൊടിയായിട്ട് കിടക്കുമായിരുന്നു കാറ്. അപ്പോൾ ഞങ്ങളുടെ രണ്ടിൻ്റെയും പേരൊക്കെ എഴുതി വെക്കുമായിരുന്നു കേട്ടോ. അത് കുഞ്ഞൻ കഴുകി കളഞ്ഞു. അതിനുശേഷം തുണികൾ കൊണ്ടിട്ടതൊക്കെ ഉണങ്ങിയതൊന്നുമില്ല കേട്ടോ. ശരിക്കും പറഞ്ഞാൽ നമ്മൾ ഒരുപാട് ലേറ്റായിട്ടാണ് ഇട്ടത്. അതുകൊണ്ട് ആ വെയിലൊക്കെ അങ്ങ് പോയിട്ടുണ്ടായിരുന്നു. എന്നാലും തോന്നി ഇട്ടിട്ടുണ്ടായിരുന്നു, ചെറിയൊരു നനവുണ്ട്. അങ്ങനെ തുണിയൊക്കെ പറക്കിയിട്ടതിന് ശേഷം ചായ ഇട്ടു.
ചായ ഇട്ടിട്ട് ചൂട് ചായ എന്തെങ്കിലും കുടിക്കാൻ തോന്നി കേട്ടോ. ഇന്ന് ബൂസ്റ്റും ഹോർലിക്സും ഒന്നും ഇരിപ്പില്ല. ഞാൻ ചെറിയ പാക്കറ്റല്ലേ മേടിച്ച് വെക്കുന്നത്, തീർന്നിട്ടുണ്ടായിരുന്നു. അങ്ങനെ ഞങ്ങൾ പിന്നെ ചായ ഇട്ടു, റസ്കിൻ്റെ കൂട്ടത്തിൽ കഴിക്കുമായിരുന്നു. റസ്കും കൂട്ടി കഴിച്ചു, അടിപൊളിയായിരുന്നു കേട്ടോ. അതിങ്ങനെ മുക്കി കഴിക്കാൻ നല്ല ടേസ്റ്റാണ്. ഇങ്ങനെ ചായക്കകത്ത് മുക്കി കഴിക്കുന്നതാണ് എനിക്ക് കൂടുതൽ ഇഷ്ടം കേട്ടോ. അങ്ങനെ പിന്നെ രാത്രിയിലേക്ക് ഞാൻ സാമ്പാർ, രാത്രിയിലേക്കല്ല നാളത്തേക്ക് സാമ്പാർ വെച്ച് വെക്കാമെന്ന് പറഞ്ഞ് പരിപ്പൊന്ന് വേവിക്കാൻ വേണ്ടി വെച്ചായിരുന്നു. പരിപ്പിന് ഇത്തിരി വേവുണ്ട് കേട്ടോ. ഇല്ലെങ്കിൽ വേവ് കുറഞ്ഞ പരിപ്പാണെങ്കിൽ ഈ തോരൻ പരിപ്പില്ലേ, സാമ്പാർ പരിപ്പ്, അത് ഞാൻ ഇതിനകത്ത് ചേർത്തിട്ട് ഞാൻ അങ്ങ് വെക്കത്തേ ഉള്ളൂ. പക്ഷേ അതിന് ഇത്തിരി വേവ് കൂടുതലായതുകൊണ്ട് ഒരു വിസിലടിച്ച് 1-2 വിസിലടിച്ച് എടുത്തതിന് ശേഷമാണ് പിന്നെ പച്ചക്കറികളൊക്കെ ചേർത്ത് കൊടുത്തത്. അതിനുശേഷം അത് അടുപ്പത്താക്കി. എന്നിട്ട് ഞങ്ങൾ പിന്നെ ബിരിയാണി കുറച്ച് ഇരിപ്പുണ്ടായിരുന്നു, ഒരുപാടൊന്നും ഇല്ല കേട്ടോ, കുറച്ചേ ഉള്ളൂ. അങ്ങനെ അത് കഴിച്ചു. അത് കഴിഞ്ഞിട്ട് പിന്നെ നാളത്തേക്ക് എന്തെങ്കിലും അരി വെള്ളത്തിയിടാമെന്നും പറഞ്ഞിട്ട് പച്ചരി എടുത്ത് വെള്ളത്തിൽ ഇടുന്നുണ്ട് കേട്ടോ. ഒന്ന് കഴുകി വൃത്തിയാക്കി അതൊന്ന് വെള്ളത്തിലാക്കുന്നുണ്ട്, വെള്ളം ഒഴിച്ച് വിടുന്നുണ്ട്. അപ്പോൾ നമുക്ക് നാളെ രാവിലെ അങ്ങനെ ആട്ടി വെക്കുവാണെങ്കിൽ വൈകുന്നേരത്തേക്ക് എടുക്കാമെന്നും പറഞ്ഞിട്ടാട്ടോ. പിന്നെ കുറേ പേര് ചോദിച്ചു മിക്സി കൊണ്ടുവന്നിട്ട് ഉപയോഗിക്കാൻ തുടങ്ങിയില്ലേന്ന്. ഉപയോഗിച്ച് തുടങ്ങിയിട്ടുണ്ട്. നമുക്ക് ഈ സൈഡിൽ ഇരിക്കാത്തതുകൊണ്ടാണ് നിങ്ങൾ കാണാത്ത കേട്ടോ. അപ്പോൾ ഇപ്പുറത്തെ സൈഡിലോട്ട് മാറ്റി വെച്ചേക്കായിരുന്നു ഞാൻ. അപ്പോൾ എനിക്ക് കുറേ കാര്യങ്ങളൊക്കെ ഒതുക്കിയൊക്കെ എടുക്കാനൊക്കെ ഉണ്ടായിരുന്നു. അതുകൊണ്ട് എവിടെ വെക്കണമെന്നൊരു കൺഫ്യൂഷൻ ഉണ്ടായിരുന്നു. പിന്നെ ഇതാ നമ്മുടെ മല്ലിയിലയൊക്കെ നല്ല രീതിയിൽ തന്നെ ഇരിപ്പുണ്ട്. കഴിഞ്ഞൊരു വീഡിയോയിൽ ഞാൻ മല്ലിയിലയും കറിവേപ്പിലയും പുതിനയിലയൊക്കെ വെക്കുന്ന കണ്ടപ്പോൾ ഇങ്ങനെ പറഞ്ഞു, ഒരു കുട്ടിയാണോ എനിക്കറിയില്ല, ഇങ്ങനെ എന്ത് കഴുകാതെയൊക്കെയാണോ വെക്കുന്നത് എന്നൊക്കെയുള്ള രീതിയിൽ ചോദിച്ചു. ഈ മല്ലിയിലയൊക്കെ നമ്മൾ കഴുകി വെച്ച് കഴിഞ്ഞാൽ പെട്ടെന്ന് ചീത്തയായി പോകും. കാരണം ഇതിന് മുന്നേ ഞാൻ കൊണ്ടുവരുന്നത് കഴുകിയായിരുന്നു വെക്കുന്നത്. കഴുകി വെച്ച് കഴിഞ്ഞാൽ പെട്ടെന്ന് ഒരാഴ്ച പോലും അതിരിക്കത്തില്ല, വേഗം ചീത്തയായി പോകും. പക്ഷെ ഇങ്ങനെ വെക്കുവാണെങ്കിൽ നല്ല രീതിയിലിരിക്കും. നമ്മൾ എടുത്തിട്ട് നല്ല രീതിയിൽ കഴുകി എടുത്താൽ മതി കേട്ടോ. ഞാൻ അങ്ങനെയാണ് ഇപ്പോൾ യൂസ് ചെയ്യുന്നത്. ഒരുപാട് ദിവസം ഇരിക്കുകയും ചെയ്യും. ഈ കറിവേപ്പിൻ്റെ ഇലയായാലും മല്ലി ഇലയായാലും പുതിനയിലയായാലും അതേപോലെ ഇരിക്കും കേട്ടോ. നമ്മൾ സെയിം ആ ഒരു രീതിയിൽ തന്നെ വെച്ചാൽ മതി. അങ്ങനെ നമ്മുടെ സാമ്പാർ ആയിട്ടുണ്ടായിരുന്നു കേട്ടോ. അത് കഴിഞ്ഞിട്ട് ഇത് അവിടേക്കൊന്ന് തുടച്ചൊന്ന് വൃത്തിയാക്കുമായിരുന്നു. സാമ്പാർ ഇങ്ങനെ കുക്കറിനകത്ത് വെച്ചപ്പോൾ അതിങ്ങനെ ചീറ്റി അവിടെയൊക്കെ തീർച്ചിട്ടുണ്ടായിരുന്നു. അതുകൊണ്ട് അവിടേക്കൊന്ന് ക്ലീൻ ചെയ്തെടുക്കുമായിരുന്നു. പിന്നീട് നമ്മുടെ ഫാമിലി മെമ്പേഴ്സ് ബർത്ത്ഡേ വിഷസൊക്കെ അറിയിക്കാൻ വേണ്ടി പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ നമ്മുടെ ഫാമിലി മെമ്പറായ വാവ ദർശനയുടെ മകനായ മാനുവിൻ്റെ ബർത്ത്ഡേ ഒക്ടോബർ 5 പറഞ്ഞിട്ടുണ്ടായിരുന്നു. പിന്നെ നെലീന സുനിലിൻ്റെ മകൻ്റെ ബർത്ത്ഡേ ഒക്ടോബർ 9 പറഞ്ഞിട്ടുണ്ടായിരുന്നു. പക്ഷേ മോൻ്റെ പേര് പറഞ്ഞിട്ടില്ല കേട്ടോ. അപ്പോൾ 2 മക്കൾക്കും നമ്മുടെ ഫാമിലിയുടെയും വിഷസ് അറിയിക്കുകയാണ്. ഹാപ്പി ബർത്ത്ഡേ. ഒരുപാട് നാളിങ്ങനെ സന്തോഷവും സമാധാനമായിട്ട് ദീർഘായുസ് നൽകി നിങ്ങളെ ദൈവം അനുഗ്രഹിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. പിന്നെ മീനു അഖിലിൻ്റെ വെഡ്ഡിങ് ആനിവേഴ്സറി ഒക്ടോബർ 5 പറഞ്ഞിട്ടുണ്ടായിരുന്നു. അതുപോലെ തന്നെ മീനുവിൻ്റെ ബർത്ത്ഡേ ഒക്ടോബർ 7 പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ നമ്മുടെ ഫാമിലിയുടെയും വിഷസ് അറിയിക്കുകയാണ്. ഹാപ്പി വെഡിങ് ആനിവേഴ്സറി. 2 പേരും ഒരുപാട് നാളിങ്ങനെ സന്തോഷവും സമാധാനമായിട്ട് ദീർഘായുസ് നൽകി നിങ്ങൾ ദൈവം അനുഗ്രഹിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. പിന്നെ മീനുവിന് ഞങ്ങളുടെ ബർത്ത്ഡേ വിഷസും കൂടി ഉണ്ട് കേട്ടോ. അപ്പോൾ ഇത്രയും പേരുടെ ആയിരുന്നു. ഇതിൻ്റെ ഇടയ്ക്ക് വെച്ചിട്ട് ആരെങ്കിലും വിട്ടുപോയിട്ടുണ്ടെങ്കിൽ ജസ്റ്റ് എനിക്കൊരു കമൻറ്റ് ചെയ്താൽ മതി. അതും നമ്മൾ പുതിയതായിട്ട് ഇടുന്ന ഏതെങ്കിലും വീഡിയോയ്ക്കകത്ത് കമൻറ്റോ അല്ലെങ്കിൽ എനിക്ക് മെസ്സേജോ അയച്ചാൽ മതി കേട്ടോ. അപ്പോൾ ഞാൻ നോക്കിയിട്ട് അതനുസരിച്ചിട്ട് നമുക്ക് അടുത്ത വീഡിയോയിൽ ഉൾപ്പെടുത്താം. അപ്പോൾ നമ്മുടെ വീഡിയോ ഇത്രയൊക്കെ ഉള്ളൂ. അടുത്ത വീഡിയോ കാണുന്നവരേക്കും ടാറ്റാ, see you.